സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസിൽ തർക്കം രൂക്ഷം. DCC പ്രസിഡന്റിനും എംപിമാരായ ഷാഫി പറമ്പിലിനും MK രാഘവനുമെതിരെ രഹസ്യയോഗം ചേർന്ന് ഒരു വിഭാഗം നേതാക്കൾ. സ്ഥാനാർത്ഥി നിർണയം ഏകപക്ഷീയമെന്ന് പരാതി. മുല്ലപ്പള്ളിയെ അവഗണിക്കുന്നുവെന്നും വിമർശനം. DCC ഓഫീസ് നിർമ്മാണത്തിലെ ക്രമക്കേടിനെപ്പറ്റി അന്വേഷിക്കണമെന്നും ആവശ്യം ഉയരുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസിൽ രൂക്ഷമായ തർക്കങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. എംപിമാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് എന്നിവർ ഏകപക്ഷീയമായി തീരുമാനങ്ങളെടുക്കുന്നു എന്ന വിമർശനവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. ഏകപക്ഷീയമായാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. കൊയിലാണ്ടിയിൽ പ്രവീൺകുമാർ, കോഴിക്കോട് നോർത്തിൽ K ജയന്ത്, നാദാപുരത്ത് KM അഭിജിത്ത് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം നേതാക്കൾ കോഴിക്കോട്ട് രഹസ്യയോഗം ചേർന്നു. 8 KPCC അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ഗ്രൂപ്പിനതീതമായാണ് നേതാക്കൾ യോഗത്തിനെത്തിയത്. സാമുദായിക പ്രാതിനിധ്യം പരിഗണിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയമെന്നും ആരോപണമുണ്ട്. മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അവഗണിക്കുന്നതിനെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വടകരയിൽ മുല്ലപ്പള്ളിക്ക് അനുകൂലമായി പോസ്റ്ററുകൾ വന്നിരുന്നു. DCC ഓഫീസ് നിർമ്മാണത്തിലെ ഫണ്ട് തിരിമറിയെപ്പറ്റി അന്വേഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. പ്രവീൺ കുമാറിനെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം. കൊയിലാണ്ടിയിൽ പ്രവീണിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടാത്ത ഭൂരിഭാഗം നേതാക്കളും പ്രതിഷേധത്തിലാണ്. അടുത്തയാഴ്ച ഇവരുടെ വിപുലമായ യോഗം ചേരും. നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരാനും ഇവർ ആലോചിക്കുന്നുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്.